ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബുനാസ്. ബ്രെഡും സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്രേവിയൊക്കെ ഇതിനകത്തേക്ക് ഒഴിച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഈ ബ്രെഡ് ഇങ്ങനെ കുതിർന്ന് വരും. അപ്പോൾ ഇത് കഴിക്കണം, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ബീഫ് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ്. ചൂടായി വന്ന പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കറുവാപ്പട്ട, 3 ഏലക്ക, ഒരു 4 കറിയാമ്പൂ, കുറച്ച് പെരിഞ്ജീരകം, ഒരു 10 കുരുമുളക്. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 ചെറിയ സവാള, ഒരു 4 വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. നമ്മൾ ഈ സവാള നല്ലപോലെ വാടുന്നതിന് മുമ്പ് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 2 ഉരുളൻ, ലേശം ഉപ്പ്. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നല്ലപോലെ വെന്ത് കിട്ടാൻ നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മുടെ കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. കശുവണ്ടി അരച്ചത്, നമ്മൾ കറിയിൽ ആദ്യം ഒഴിച്ച 2ാം പാൽ ഏകദേശം വറ്റി വരുമ്പോൾ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കറിയിലെ എരിവിൻ്റെ പ്രധാന ഘടകമാണ് കുരുമുളക്. അത് നല്ലപോലെ പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുത്ത് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് ഒന്ന് മൂടി വെച്ചെടുത്താൽ നമ്മുടെ ബീഫ് സ്റ്റൂ റെഡിയായി. കൂടെ ബ്രെഡും കൂടി ആവിയേറ്റിയെടുത്താൽ സെറ്റ്. സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോ ബ്രെഡോ എന്ത് വേണമെങ്കിലും ആകാം. നമുക്ക് ഇന്നിവിടെ ബ്രെഡും ഉണ്ട്, അപ്പവും ഉണ്ട്. ഇന്ന് എൻ്റെ കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ 3 പേര് വന്നിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് വെക്കേഷൻ അല്ലേ, അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ വന്നിട്ട് ആഘോഷത്തിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ വന്ന് എന്നോട് ചോദിച്ച് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന്. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് ഇവരുമായിട്ട് അങ്ങ് കളറാക്കാമെന്ന് കരുതി. നമുക്ക് ആദ്യം ആമിക്ക് തന്നെ ബ്രെഡ് ഒഴിച്ച് കൊടുക്കാം. ബ്രെഡിലേക്ക് കറി ഒഴിക്കാം. ഗൈസ്, ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടെ എല്ലാ വീഡിയോയിലും ടെസ്റ്റ് ചെയ്യാൻ തന്നെ ഇക്കാക്കയില്ല, താടിയൊക്കെ വെച്ചിട്ട്. ഇക്കാക്കയുടെ മോളാണ്. കഴിച്ചോ എല്ലാവരും? ഇത് നാളെ വരുന്നുണ്ട്. ആമിക്ക് ഇഷ്ടപ്പെട്ടാ? ടേസ്റ്റ് ഉണ്ടാ? ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ രുചികളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹാപ്പി പഴയ ഹോട്ടൽ മുതലാളിയാണ്. നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് കറി? സെറ്റാണോ? പിള്ളേരൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കഴിക്കട്ടെ. ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇതിങ്ങനെ. വാ, നല്ലപോലെ കുറുകി ആ തേങ്ങാപ്പാലും കറിയൊക്കെ നല്ല പെർഫെക്റ്റ്. പറ്റിയ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പണിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഉണ്ടാക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഐറ്റമാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.